സ്നേഹമുള്ള ദൈവം നമുക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ ഒരു ദാനമാണ് ജീവൻ എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതം ആരംഭം കുറിക്കുന്ന ജനനത്തോടു കൂടിയാണ്. ഭൗതിക ജീവിതത്തിന്റെ പരിസമാപ്തി മരണത്തോടെ സംഭവിക്കുന്നുവെങ്കിലും മനുഷ്യൻ ഭൗതികമായ മരണമാണ് മരണത്തോടെ സംഭവിക്കുന്നവൻ എന്നേക്കും ജീവിക്കേണ്ടവനാണ്, ജീവിക്കുന്നവനാണ്. അനിശ്വരമായ ആത്മാവ് മനുഷ്യനുണ്ട്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം പറയുന്നുണ്ട്, ആദത്തെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി ദൈവം ജീവശ്വാസം നൽകി. എങ്ങനെ ആദ്യത്തെ മനുഷ്യൻ? അപ്പോൾ മനുഷ്യനില് ശരീരമുണ്ട്, ആത്മാവുണ്ട്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും അടുത്തിടയ്ക്കുള്ള കാലഘട്ടമാണ്. മനുഷ്യന്റെ ജീവിതത്തെ നയിക്കാനായിട്ട് സദ്വചനങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം, വിശുദ്ധ ഗ്രന്ഥം, ദൈവം നൽകിയ കൽപ്പനകള്, ഇതൊക്കെ പാലിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം മനോഹരമായിട്ട് മാറുക, ദൈവകൃപയിൽ നിറഞ്ഞ ഒരു ജീവിതം സംഭവിക്കുക. ഇത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. ദൈവം നൽകിയ ജീവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൗതികമായ ജീവിതത്തില് ഏറ്റവും വലിയ മൂല്യം ദൈവവിശ്വാസത്തെ കരുതി ജീവിതത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ ക്രിസ്തീയ വിശ്വാസം ഉറച്ച് നിലനിന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ വെല്ലുവിളിയും മരണത്തിന്റെയൊക്കെ മുമ്പില് വിശ്വാസം ധീരതയോടെ ഏറ്റുപറഞ്ഞ വിശുദ്ധരാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ചക്രവർത്തിയുടെ തീരെ പടയാളിയായിരുന്ന സെബസ്ത്യാനോസ്, ചക്രവർത്തി സെബസ്ത്യാനോസ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും മാറ്റുവാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളിൽ പാരിതോഷികൾ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ വാഗ്ദാനമുണ്ട്. എങ്കിലും വിശുദ്ധൻ തനിക്ക് കിട്ടിയ വിശ്വാസത്തെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ട് കരുതിക്കൊണ്ട് യേശുവിനെ തള്ളിപ്പറയാതെ ആ വിശ്വാസത്തിൽ മരണം വരെ നിലനിൽക്കാനായിട്ട് തയ്യാറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അമ്പെയ്ത് കൊലപ്പെടുത്തി രക്തസാക്ഷിയായിട്ട് മരിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് സാക്ഷ്യം വഹിക്കുക. സാക്ഷികളുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. നിങ്ങൾ യൂദയായിലും ജെറുസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാകും എന്നും പറഞ്ഞ യേശുവിന്റെ വചനമുണ്ട്. ആ വചനമനുസരിച്ച് യേശുവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും അനുയായികളും എല്ലാ കാലഘട്ടത്തിലുള്ള പ്രേക്ഷിതരും ഒക്കെ യേശുവിന് സാക്ഷികളാകുന്നവരാണ്. ഇന്ന് നിരവധി പേര് യേശുവിന് സാക്ഷികളായിട്ട് ജീവൻ കൊടുക്കുന്നുണ്ട്. ദൈവം നൽകിയ അമൂല്യമായ ദാനമായ ജീവൻ, ഇതിന്റെ ദാതാവായ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് പരമപ്രധാനമായ ഒന്നിനു വേണ്ടി സന്തോഷത്തോടുകൂടി സമർപ്പിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. സെബസ്ത്യാനോസുമായിട്ട് ബന്ധപ്പെട്ട് മാരകമായ രോഗങ്ങള്, പൈശാചികമായിട്ടുള്ള ക്ലേശങ്ങള്, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇവയ്ക്കെല്ലാം സംരക്ഷണം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ വഴിയായിട്ട് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അന്നുണ്ടായിരുന്ന പരിമിത സാഹചര്യങ്ങളിലെ കുടിയേറ്റ ജനത സെബസ്ത്യാനോസിലുള്ള മാധ്യസ്ഥം എക്കാലത്തും വിലയുള്ളതായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും, കുടിയേറ്റ ദേവാലയങ്ങളിൽ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുന്നത്. കാരണം ദൈവം മാത്രമേ ശരണമുണ്ടായിരുന്നുള്ളൂ കുടിയേറ്റ ജനതയ്ക്ക്. ജീവിതസഭയിൽ ഉണ്ടായിരുന്നില്ല, ചികിത്സാസഭയിൽ ഉണ്ടായിരുന്നില്ല. പ്രകൃതിപരമായ വെല്ലുവിളികൾ, വന്യമൃഗങ്ങളും മാരകമായ രോഗങ്ങള്, അസൗകര്യങ്ങള്, ഇതിന്റെയൊക്കെ ഒരു പാരമ്യത്തിലേക്ക് കടന്നു വന്ന കുടിയേറ്റ ജനതയ്ക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ക്രിസ്തീയ വിശ്വാസമാണ്. അപ്പോൾ അതിന് സെബസ്ത്യാനോസുള്ള മാധ്യസ്ഥം
ക്രിസ്തീയ ജീവിതത്തില് ദേവാലയങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് യേശുവിന് സാക്ഷിയുടെ ജനതയായിട്ട് മുന്നേറാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ അൽഫോൻസ്, ഈ മനുഷ്യ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകാം. സഹനവും വേദനയും മനുഷ്യന് ഇഷ്ടമല്ല. കാരണം ഭൗതിക ജീവിതത്തില് ആ ജീവിതം പൂർത്തീകരിക്കുന്നത് സഹനം വഴിയാണ്. അൽഫോൻസ് സ്വാമിക്ക് ഗുരുതരമായ രോഗാവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് 36 വയസ്സ് പ്രായമുള്ളപ്പോൾ മരണം സംഭവിക്കുക. ഈ രോഗത്തെയും ക്ലേശങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ കാൽവരിയിലെ കുരിശിൽ വരുത്തിയ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിലെ സഹനങ്ങളാകുന്ന ബലികൾ സമർപ്പിക്കുമ്പോൾ ഇത് രക്ഷാകരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീണ്ടു നിൽക്കുന്ന മനുഷ്യജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും, മാനസിക വ്യതകൾ ഉണ്ടാകും, പല വിധത്തിൽ മറ്റുള്ള വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അവഗണനയുണ്ടാകാം. ഇതിന്റെയൊക്കെ വെളിച്ചത്തില് വിശ്വാസത്തിൽ, ക്രിസ്തു വിശ്വാസത്തില് ക്രൈസ്തവം എന്ന് പറയുന്നത് നമ്മുടെ നാഥനും കർത്തവുമായ യേശുവുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ സമർപ്പണത്തിലും ജീവിതത്തിലും വിശ്വാസത്തിലും വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലും ഒക്കെ അടിയുറച്ചു നിന്നുകൊണ്ട് ക്രിസ്തു ജീവിതം പടുത്തുയർത്താനായിട്ട് കഴിയണം. അൽഫോൻസ് സ്വാമിക്ക് സഹനത്തിന്റെ നിമിഷങ്ങളിൽ, അവഗണനയുടെ നിമിഷങ്ങളിൽ അതിന് കഴിഞ്ഞു. കാരണം ഒരാൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ സമൂഹ ജീവിതത്തിൽ പോലും എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചെന്ന് വരികയില്ല. നിന്ദിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ നിന്ദനത്തിന്റെ ഒക്കെ വെളിച്ചത്തില് ഇല്ലായ്മയുടെയും ത്യാഗത്തിന്റെയും വേദനയുടെയും നിശബ്ദതയുടെയും ഒക്കെ നിമിഷങ്ങളില് ദൈവവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അടിയുറച്ച് ജീവിച്ച് വിശുദ്ധിയില് ഉയർന്നു വന്ന വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ. ഒരു സഹനം വഴി, സഹനത്തെ നന്മയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് വിശുദ്ധിയിലേക്കുള്ള മാർഗം, രക്ഷയിലേക്കുള്ള മാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമ മുന്നേറി. അത് നമുക്ക് ജീവിതം മാതൃകയാണ് സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും. മൂന്നാമതായിട്ട് മനുഷ്യര് മരിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിരാശ തോന്നി അല്ലെ പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളികളും നേരിടാനാവാതെ മരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് റോയി സ്വയം വെട്ടി വെച്ച് മരിച്ചു. ബാംഗ്ലൂരെ വലിയ ഒരു പണക്കാരനും വ്യവസായിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ മുമ്പോട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് വന്നു. പണമില്ലാത്തവർക്ക് മാത്രമേ, പണമുള്ളവർക്കും ഗവൺമെന്റിന്റെ നിയമങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിന്റെ നിയമബദ്ധമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. വലിയ ആഡംബര ജീവിതം കഴിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാലത്തുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള വിചിന്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. വലിയ ആഡംബര ജീവിതം, നിരവധി കാറുകള്, വീടുകൾ നിരവധി ഉണ്ടെങ്കിലും ഹോട്ടലിൽ താമസിച്ചിരുന്നു. അപ്പോൾ മനുഷ്യന് പല വിധത്തിൽ താമസിക്കാം. നമ്മള് കുടിയേറ്റ ഭൂമിയിൽ ഒരു ചെറിയ വീട്ടില് 1-2 മുറിയുള്ള ഓലമഞ്ഞ വീട്ടിലൊക്കെ ജീവിച്ച് നമ്മുടെ പൂർവികരുണ്ട്. അപ്പോൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനം. ജീവിതത്തെ എങ്ങനെ കാണുന്നു. അപ്പോൾ ചെറിയ കുടിലിൽ താമസിക്കുന്നവരും സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് കഴിയും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് പടയാളികളുമായിട്ട് മുന്നേറുന്ന അവസരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നത് കണ്ടു. ആ സന്യാസി കഷായ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ സന്യാസത്തിന്റെ ജീവിതശൈലിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഒന്നുമില്ലാത്ത മനുഷ്യൻ. ഞാനൊരു ചെറുതാ വേണം, സ്വർണ്ണ പണം വേണേൽ തരാം. സന്യാസി പറഞ്ഞ എന്നെ ശല്യപ്പെടുത്താതെ പോയാൽ മതി. ഞാനിവിടെ ഇരുന്ന് ഈശ്വര ചിന്തയിൽ ഇങ്ങനെ ആമക്തനായിട്ട് ഇവിടെ ഇരുന്ന് കൊള്ളാം, എനിക്കത് മതി. മനുഷ്യന് ജീവിതത്തിന്റെ സുഖഭോഗങ്ങളിൽ ആഡംബരങ്ങൾ ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതാണ്, ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണ്.
എന്നുള്ള ചിന്ത മനുഷ്യൻ പുലർത്തുന്നത് നല്ലതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ 20% ആയുസ് വർദ്ധിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. വയസ്സ് 100 വയസ്സ് വരെയും ചിലപ്പോൾ 150 വയസ്സ് വരെയും ഒരു 4-5 കൊല്ലം കൊണ്ട് രോഗങ്ങളൊക്കെ തരണം ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രാവർത്തികമാക്കിയില്ലെങ്കിലും ആദ്യം മറ്റു ജീവികളിലാണ് ഇതൊക്കെ പരീക്ഷിച്ചു നോക്കുന്നത്. അതിലേക്ക് പുറത്ത് മനുഷ്യരിൽ അതെല്ലാം ഇഞ്ചക്ഷനൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യരുടെ ഉപയോഗത്തിനായിട്ട് മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആയുസൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടയുണ്ട്. ഇത് ശരിയാണ്, കുറേയൊക്കെ വർദ്ധിക്കും. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ നാടുകളിൽ 52 വയസ്സായിരുന്നു ആവറേജ് ഏജ്. ഇപ്പോൾ 70 വരെ ആയിട്ടുണ്ട്. അന്ന് 52 വയസ്സിൽ ചികിത്സ കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയൊക്കെ ആളുകൾ ഇന്ത്യ സ്വാതന്ത്ര്യം മരിച്ചെങ്കിൽ ഇന്ന് 70-75 വയസ്സ് ആയുസ് വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി രോഗങ്ങൾക്ക് ചികിത്സകളുണ്ട്, ചികിത്സ ചെലവേറിയതാണെങ്കിലും. അപ്പോൾ ആ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ളതിൽ മുഴുകി അതിൽ ഭ്രമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുകയില്ല. കൂടുതൽ സമ്പത്തുള്ളവർ വ്യയം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും അമേരിക്കയിലെ കോടീശ്വരന്മാരുടെ സമ്പത്ത് ഇവിടെ അനന്തര തലമുറകൾക്ക് വേണ്ടി കൊടുക്കാതെ ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ അത് ചിലവഴിക്കുമ്പോൾ അത് വിലയും മൂല്യമുള്ളതായിട്ട് തീരുന്നു. അപ്പോഴാണ് ധനവാൻ ആശ്വാസം കിട്ടുന്നത്. നിരവധി വണ്ടികളൊക്കെ വാങ്ങി ആഡംബര സൗധങ്ങളൊക്കെ പടുത്തുയർത്തുന്നതിലല്ല, ജീവിതത്തിലെ ലാളിത്യം നിലനിർത്തുന്നതിലും സഹോദരങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതിലും പങ്കുവെച്ചു കൊടുക്കുന്നതിലും ഒക്കെ മികച്ചു നിൽക്കുമ്പോഴാണ് മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ഒക്കെ ലഭിക്കുക. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം, ദശാംശം കൊടുക്കണം, സാധുക്കളെ സഹായിക്കണം, നല്ല കാര്യങ്ങൾക്കൊക്കെ ചേർന്ന് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിന് കരുത്തും നന്മയും ഉണ്ടാകുക. ഇപ്പോൾ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇന്നും വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിരവധി ക്രൈസ്തവർ ഇന്നും കൊല്ലപ്പെടുന്നുണ്ട്. പല കാരണത്തിൽ ക്രിസ്ത്യാനികളുടെ ഒറ്റ കാരണത്താൽ നിരവധി രാജ്യങ്ങളിൽ, നൈജീരിയയിലും മറ്റു നിരവധി രാജ്യങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രമല്ല കൊല്ലപ്പെടുന്നുണ്ട്, രക്തസാക്ഷികളാകുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ മതപീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവിന് സാക്ഷികളായിട്ട് മരിക്കുന്ന മനുഷ്യരെ പറ്റി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രകാരം പറയാണ്, എക്കാലത്തുമുള്ള ക്രൈസ്തവ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ രക്ഷകന്റെ സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. അപ്പോൾ യേശുവിനോടുള്ള സ്നേഹത്താൽ രക്തസാക്ഷ്യ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സഹനം രക്ഷാകരമാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനായ യേശുവിനും പരിശുദ്ധാത്മാവിനും ഏറ്റവും പ്രധാനമായ സ്ഥാനം നൽകിക്കൊണ്ട് യേശുവിന് സാക്ഷികളാകാൻ, നന്മയുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ, ലോകത്തിന്റെ മോഹങ്ങളിലും അതിന്റെ പ്രതാപത്തിലും സ്വർണത്തിലും സമ്പത്തിലുമൊന്നും മനസ്സും ഹൃദയവും വയ്ക്കാതെ ഇതെല്ലാം കടന്നു പോകുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അത് നമുക്ക് കഴിയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.